Let's start. Good morning, everybody. We shall start the class. It is page number 36. Take page number 36, everybody. Page number 36. Ready? There's fun with the words. See, we have seen that. Next one, it is D. Sara, Ah, find the words using the clause. ah. Okay. അത് തരാം. ആദ്യം നമുക്ക് ഡി ചെയ്യാം. Fill in the blanks with the correct words from the brackets. There was no rain and the country faced a severe dash. Drought. D-R-A-U-G-H-T. D-R-O-U-G-H-T. ഏതാ ശരി? D-R-O-U-G-H-T. Correct. D-R-O-U-G-H-T. Drought എന്ന് പറഞ്ഞാൽ വരൾച്ച. അപ്പൊ ആദ്യത്തെ ഡ്രോട്ട് എന്താ? അത് ഒരുതരം കൂൾ എയർ ആണ്. കൂൾ എയർ. ഓക്കെ. നെക്സ്റ്റ് വൺ. I can't take this medicine. It has a dash taste. Foul, foul. F-O-U-L, F-O-W-L, F-O-U-L. ഏതാ correct? Which is right? F-O-U-L. F-O-U-L. മറ്റേ ഫൗള് എന്താണ്? കോഴി, താറാവ് തുടങ്ങിയ പക്ഷികളാണ് അത് ഫൗൾ എന്ന് പറയും. ഓക്കെ. The dash on the flat greeted the buyers. Sellers. S-E-L-L-E-R-S. Yes. S-E-L-L-E-R-S. Sellers. Sellers. S-E-L-L-E-R-S. Second one. അങ്ങനെയാണെങ്കിൽ സെല്ലേഴ്സ് എന്താ ഫസ്റ്റ് വൺ? അത് നമ്മുടെ വീടിന്റെ ചില വീടുകളിലേക്ക് ഗ്രൗണ്ട് ലെവലിന് താഴെ മണ്ണിനടിയിൽ ഒരു റൂം ഉണ്ടാകും, നില. അതാണ് എന്ത്? സെല്ലർ എന്ന് പറയും. ഓക്കെ. വീടിന്റെ തറയുടെ അടിഭാഗത്തുള്ള ഏറ്റവും അടിയിലുള്ള റൂമിന് പറയുന്നതാണ് സെല്ലേഴ്സ്. നെക്സ്റ്റ് വൺ. പേജ് നമ്പർ 36. നെക്സ്റ്റ് വൺ. Rajesh is a nice dash. Don't tease him. Follow fellow. Fellow. F-E-L-L-O-W. Fellow. എന്ന് പറഞ്ഞാൽ ആള്, മനുഷ്യൻ എന്നൊക്കെ അർത്ഥമുള്ളൂ. ഇല്ല, കുറച്ച് കഴിയുമ്പം പറയാം. ലാസ്റ്റ് ഇത് തീർത്തിട്ട് പറയാം. ലാസ്റ്റ്. ഓക്കെ. നെക്സ്റ്റ് വൺ. What is the dash of that sack of potatoes? Weight. ഏത് വെയിറ്റ് ആണ്? W-E-I-G-H-T. Yes, W-E-I-G-H-T. Second dash, second weight. W-E-I-G-H-T. W-E-I-G-H-T. രണ്ടാമത്തെ വെയിറ്റ് അല്ലേ? അതെ. Next one, last of that. Please be dash now, said the teacher. Quiet. Second quiet. Q-U-I-E-T. Q-U-I-E-T. Quiet. ആ ആൻസേഴ്സ് എല്ലാം ഞാൻ ഒന്ന് പെട്ടെന്ന് വായിക്കാം, ഒന്ന് നോക്കിക്കോ. ഫസ്റ്റ് വൺ, ഡ്രോട്ട്. D-R-O-U-G-H-T. പേജ് നമ്പർ 36 ആണ്. പേജ് നമ്പർ 36. ഒന്നോടെ പറയാം. ഫസ്റ്റ് വൺ, ഡ്രോട്ട്. D-R-O-U-G-H-T.
Second, foul, F-O-U-L. Third, sellers, S-E-L-L-E-R-S. Fourth, fellow, F-E-L-L-O-W. Fifth, wait, W-E-I-G-H-T. Last, sixth one, quiet, Q-U-I-E-T. We are proceeding to the next one. Let us learn grammar. സാറേ പറയുന്നൊന്നും തിരിയുന്നില്ല. ഇച്ചിരി മൈക്രോഫോൺ മൗത്തിനടുത്ത് പിടിക്കാവോ? കിട്ടുന്നില്ല? ഓഡിയോ ആർക്കും കിട്ടുന്നില്ലേ? എനിക്ക് അത് തിരിയുന്നില്ല. സാറ് പറയുന്നത് ചെറിയ ഓഡിയോയിലാ കേൾക്കുന്നത്. ഇപ്പൊ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ആ ഉണ്ട്. ഓക്കെ. Second one, let us learn grammar. Words that add meaning to a verb, adjective, or another verb are called adverb. Words that add meaning to a verb, ഒരു വെർബിന്റെ കൂടെ മീനിങ് കൂട്ടുന്നത് അല്ലെങ്കിൽ അഡ്ജക്റ്റീവിന്റെ കൂടെ മീനിങ് കൂട്ടുന്ന വേർഡ്സിന് പറയുന്നതാണ് adverbs or qualifying words എന്ന് പറയും. Qualifying a verb എന്നും പറയും. Fill in the blanks by making adverbs from the words given in the brackets. First one. I was impressed by their courage. Very easy ആണ്. ly ചേർത്താൽ മതി. ly അപ്പൊ എങ്ങനെ വരും? thoroughly. തറോ എന്ന് എഴുതിട്ട് അതിന്റെ കൂടെ എൽബയും കൂടെ ചേർത്താൽ മതി. thoroughly. ഇപ്പൊ തന്നെ എഴുതിക്കോ. THOROUGHLY. thoroughly. മനസ്സിലായിട്ട് സാർ? ഏതാ സ്പെല്ലിംഗ് മനസ്സിലായിട്ടാ? സ്പെല്ലിംഗ് ലാസ്റ്റ് അത് നോക്കി എഴുതിട്ട് ലാസ്റ്റ് ly ചേർത്താ മതി. ly thoroughly എന്ന് വരും. Second, the children chattered dash noisily. അതിന്റെ സ്പെല്ലിംഗിൽ ചെറിയൊരു സ്പെല്ലിംഗ് ചേഞ്ച് ഉണ്ട്. ILY YLY അല്ല ILY. നോയ്സി എന്ന് എഴുതിയിരിക്കുന്നത് y മാറി I ആകും. എങ്ങനെ വരും? NOISILY. Next one. The sun shone dash from behind the clouds. Brightly. Brightly. അതിന്റെ കൂടെ ly ചേർത്താൽ മതി. Brightly. Next one. They have settled in dash. Comfortably. ly ചേർത്താൽ പോരാ. മതി. പക്ഷെ ചെറിയൊരു What is that change? ഈ മാറ്റിയിട്ട് ly ചേർത്താൽ മതി. ഈ ഒഴിവാക്കണം, അത്രേ ഉള്ളൂ. ഈ മാറ്റിയിട്ട് ഈ ഒഴിവാക്കിയിട്ട് ly. എങ്ങനെ വരും? COMFORTABLY. comfortably. Next one. എന്തോ? രണ്ടല്ലോ വേണ്ട, ഒരല്ലോ മതി. സാറേ അപ്പം ഇത് കംഫർട്ടബിളി എന്നുള്ളതിന്റെ ഈ മാറ്റിയിട്ട് വയ്യാക്കിയാ പോരെ? വയ്യാക്കിയാ മതി. അതാണ് കറക്റ്റ്. ശരിയാ, കറക്റ്റാ. രണ്ടല്ല ഇല്ലാത്തത് കൊണ്ട് അതിന്റെ കൂടെ ലാസ്റ്റത്തെ ഈ മാറ്റിയിട്ട് വയ്യാക്കിയാ മതി. കംഫർട്ടബിളി. നെക്സ്റ്റ് വൺ, ഫിഫ്ത് വൺ. Please drive dash. Very simple. Slowly. Add ly. ly ചേർത്താ മതി. Sixth one. Dash. It stopped raining before Shanti left. Quickly.
ലക്കി അല്ലേ കൊടുത്തിരിക്കുന്നത്? അപ്പം ലക്കിലി. ആ അതെ, ലക്കിലി എന്താ എങ്ങനെ ചേഞ്ച് വരും? ലക്കിയുടെ വൈ മാറിയിട്ട് ILY ചേർക്കും. LY ആവും. അതെ, LUCKILY, LUCKILY, ലക്കിലി, LUCKILY, luckily. Next one, number 7. That was dash unexpected. ഹോൾ ആണ് കൊടുത്തിരിക്കുന്നത്. മൊത്തം ഒരു ചെറിയ മാറ്റം ഉണ്ടാകും. ഹോളി ആണ് വരിക. സ്പെല്ലിംഗ് എന്താണ്? WHOLLY. വെരി ഗുഡ്. WHOLLY, WHOLLY, WHOLLY. And the last of that, India is a dash populated country. Densely. Dense ആണ് കൊടുത്തിരിക്കുന്നത്. വെരി സിമ്പിൾ. ആഡ് LY, densely, densely. Densely. Next one. Down, we do certain things regularly, some activities very rarely and some quite often. ചിലത് നമ്മൾ ഒരേ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കും, ചിലപ്പോൾ മിക്കപ്പോഴും ചെയ്യും, ചിലത് വളരെ കുറച്ച്, അങ്ങനെയൊക്കെയുണ്ട്. ദിസ് ഈസ് നോൺ ആസ് ഫ്രീക്വൻസി, തവണ. We use adverbs of frequency like often, rarely and scarcely to show how often something happens. Often, rarely, scarcely. Tick the words or phrases in the bracket that mean the same as the underlying verbs of frequency. Tick ചെയ്താൽ മാത്രം മതി. The children rarely get a chance to visit the computer. The children rarely get a chance to visit the computer. What is the right answer? Not at all. Many times, not often. Not often. സാറേ ഞങ്ങളത് സൈഡിൽ ടിക്ക് ചെയ്താൽ മതിയോ? മതി, ടിക്ക് ചെയ്താൽ മതി. ഏതാണ് ശരിക്കുള്ള ആൻസർ? നോട്ട് ഓപ്പൺ ആണോ സാർ? വെരി ഗുഡ്. നോട്ട് ഓഫൺ, നോട്ട് ഓഫൺ. അതിന് മാത്രം ടിക്ക് ചെയ്താൽ മതി, ഓർ അത് സർക്കിൾ ചെയ്താലും മതി. യുവർ ചോയ്സ്. നെക്സ്റ്റ് വൺ. മാൽതി often loses her notebooks in school. Maldi often loses her notebooks in school. Once in a while. Often. Several times, one time, once in a while. Several times. Very good. Several times. Several times. Next one is number 3. The teacher never punishes us severely. The teacher never punishes us severely. Not at all, rarely, many times. Not at all. Never, not at all. Good, not at all. Number 4, the children go to see their grandparents twice a week. Twice a week, twice. Two times. Mostly, always. Very simple. ഏതായിരുന്നു? Two times. 2 times. Two times. Yes, 2 times. 2 times. Next one. Aravind usually walks fast. Usually. Always, not at all, most of the times. Most of the times. Yeah, most of the times. Good, most of the times. മിക്കവാറും എപ്പോഴും എന്നുള്ള ഇതില്ല. Number 6, the child often loses her or his
Stationary in the class. Often again. Once in Many a while, times. many times, always. Many times. Many times. Many times. Good. Many times. സാറ് ആ. ആറാമത്തെന്ന് പറയാം. ആറാമത്തേത് ആണ് many times. Many times. Next one, number 7. Roti always greets us with a smile. Always. Many times, every time, many times, every time, not at all. Every time. Every time, good. Every time. Next one, number 8. Can you come frequently to remind us? Can you come frequently to remind us? Frequently, several times, at a short intervals, every now and then. Every now and then. Good. Every now and then. Nine, the dog often plays with the ball. The dog often plays with the ball. Many times. Always, never, many times. Many times. Many times. Last one, Sudeep never joins us when we go out for a picnic. Sudeep never joins us when we go out for a picnic. Never. Not at all. Not Never. at all. Once, only once, not at all, at long intervals. Not at all. Good. Not at all. Not at all. Let us turn the page number 38. Speak ഉണ്ട് അതവിടെ നിൽക്കട്ടെ. പിന്നെ അപ്പുറം ഒരു number 2 തരാനുണ്ട്, അത് afternoon തരാം. Now, we have no time to waste and so we go to another tiger. We had one tiger in second lesson, I think. Yes. Yes. Second was a tiger. That the spelling was T-Y-G-E-R here in my text. In text, some textbooks T-I-G-E-R, same. In my textbook T-Y-G-E-R. Here is number 9th lesson, that is tiger, direct. T-I-G-E-R, original tiger. Okay? മറ്റേതും tiger തന്നെ. Spelling മാറ്റിയത് TYGER തന്നെയാ. ഏതാ? സെക്കൻഡ് ലെസൺ. T-Y അല്ലേ കൊടുത്തിരിക്കുന്നത്? എന്റെ ടെക്സ്റ്റിൽ T-Y ആണ്. അതെ. TY തന്നെ. T-I ഉണ്ട്. Okay, anyway, അത് നമ്മുടെ പ്രശ്നമല്ല. No problem. We are proceeding with it. ആ. നമുക്ക് നോക്കിയാൽ അവിടെ താഴെ കുറച്ച് hunting of animals by poachers has reduced the numbers. Many animals have become endangered. Match these endangered animals with their names. അറിയാലോ, ഫസ്റ്റ് വൺ ഏതാ? റെഡ് പാൻഡ ആണോ? ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് ആണോ? ലയൺ ടെയിൽഡ് മക്കാക്ക് ആണോ? ആ, സിംഹവാലൻ കുരങ്ങ് എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് ലയൺ ടെയിൽഡ് മക്കാക്ക്. അങ്ങോട്ടൊരു ലൈൻ വരച്ചോ. സെക്കൻഡ് വൺ എന്താണ്? വെരി സിമ്പിൾ. റെഡ് പാണ്ട. Red panda. Draw a line to red panda. Next one, very simple. Great Indian bustard. ഒരു തരം കൊക്ക്. Great Indian bustard. Now we go to the poem. Very simple poem, but an interesting one as well. The tiger is in the burning bright, either in shadow or in sun. നമ്മുടെ മറ്റേ പോയമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ?
ഇവിടെ കൊടുത്തിരിക്കുന്ന സെക്കൻഡ് പോയത്തിൽ കൊടുത്തിരിക്കുന്നത്, സെക്കൻഡ് ലെസണിൽ കൊടുത്തിരിക്കുന്നത് ടൈഗർ ടൈഗർ ബേണിംഗ് ബ്രൈറ്റ് എന്നാണ്. ഇവിടെയോ ദ ടൈഗർ ഈസിന്റ് ബേണിംഗ് ബ്രൈറ്റ്. ശരിക്കും ബ്രൈറ്റ് either in shadow or in sun. The tiger family is thinning 2 by 2 and 1 by 1. Once again, the tiger isn't burning bright either in shadow or in sun. Tiger തിളങ്ങുന്നേ ഇല്ല. എങ്ങനെ? either in shadow, ഷാഡോയിലും നിഴലിലും തിളങ്ങുന്നില്ല, വെയിലത്തും തിളങ്ങുന്നില്ല. The tiger family is thinning. ഈ ടൈഗർ ഫാമിലി ഈസ് തിന്നിങ് എന്ന് പറയുന്നത് ആ പടത്തിൽ കൊടുത്തിരിക്കുന്നത് എന്താ? ഒരു വേട്ടക്കാരൻ കൊടുത്തിട്ടുണ്ട്. എന്താ? ആദിത്യൻ സുനിൽ കുമാർ പോയി അതിനെ വെടിവെക്കുന്നതാണോ? ആണോ? ഒരു വേട്ടക്കാരൻ ആരാണെന്ന് അറിയില്ല. ആരോ വെടിവെക്കുന്നുണ്ട്. നമ്മളാരും അല്ല അല്ലെ? നമ്മളാരേലും ആണെങ്കിൽ എന്താവും? ഇപ്പൊ ക്ലാസ്സിൽ ഇരിക്കേണ്ടി വരില്ല, ജയിലിൽ പോയി കിടക്കാം. ആണോ? ഓക്കെ, ഏതായാലും ഇവിടെ ഒരു ടൈഗറിനെ വെടിവെക്കുന്നതാണ്, ഒരു ഹണ്ടർ വെടിവെക്കുന്നതാണ് കാണുന്നത്. എന്തിനായിരിക്കും ടൈഗറിനെ വെടിവെച്ച് കൊല്ലുന്നേ? അതിന്റെ ഇറച്ചി ആരെങ്കിലും തിന്നാറുണ്ടോ? നമ്മൾ സാധാരണ തിന്നാറില്ല. തിന്നാൻ വേണ്ടി അല്ല അതിനെ കൊല്ലുന്നത്. പിന്നെ എന്താ, എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അതിന്റെ തോല് കണ്ടോ, ടൈഗറിന്റെ തോല് ഭയങ്കര രസമാണ്. അതിനു വേണ്ടി അത് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ കൊല്ലുന്നത് മിക്കവാറും. പിന്നെ അതിന്റെ നഖോ, പുലിനഖം എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നില്ലേ? പുലിനഖം മാലയാക്കി ഇടാനും അതിനൊക്കെ വേണ്ടിയിട്ട് ആണ് ഇതിനെ കൊല്ലാറ്. പക്ഷെ ഒരു കാരണവശാലും കൊല്ലാൻ പാടില്ല. ഇപ്പോൾ നോക്കിയേ, അതുകൊണ്ടാണ് അതിന്റെ ഫാമിലി ഈ തിന്നിങ് എന്ന് പറയുന്നത്. തിന്നിങ് എന്ന് പറഞ്ഞാൽ മെലിഞ്ഞു വരികയാ, കുറഞ്ഞു കുറഞ്ഞു വരികയാ. സോ ദ ടൈഗർ ഫാമിലി ഈസ് തിന്നിങ് 2 by 2 and 1 by 1. രണ്ടെണ്ണം ഒന്നാകുന്നു, ഒന്ന് അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഓക്കെ, ഇറ്റ് ഈസ് വെരി ടഫ്. ദ ടൈഗർ ഈസിന്റ് ബേണിംഗ് ബ്രൈറ്റ് ഇൻ ദ ഫോറസ്റ്റ് ഓഫ് ദ നൈറ്റ്. രാത്രിയിലെ ഫോറസ്റ്റിലൊന്നും ടൈഗർ ഇപ്പം ബ്രൈറ്റ് അല്ല. ഓർ ഇൻ ദ വിൽഡർനെസ് ഓഫ് ഡേ, പകലിന്റെ കാടത്തത്തിൽ. വിൽഡർനെസ് എന്ന് പറഞ്ഞാൽ കാടത്തം എന്നൊക്കെ വരും. ആ കാടിലായിരിക്കുന്ന അവസ്ഥ, വിൽഡർനെസ് ഓഫ് ഡേ. വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഹിസ് പ്ലൈറ്റ്. അതിൻ്റെ വിധി നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ടൈഗറിനെ കൊല്ലാൻ പാടുണ്ടോ? ഇല്ല. ഏതെങ്കിലും ആനിമൽസിനെ കൊല്ലാൻ പാടുണ്ടോ? ഇല്ല. പിന്നെ നമുക്കറിയാം, നമ്മൾ ഈ എന്താ പറയുന്നത്, ചിക്കനും ബീഫും ഒക്കെ കഴിക്കാറുണ്ട് മിക്കവാറും. അതെന്താണ്? ഒരു പരിധി വരെ അതിനെ കൊല്ലാൻ പാടില്ല. പക്ഷെ എങ്കിലും നമ്മൾ അതൊരു ബിസിനസ് ആയിട്ട് അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് വളർത്തുന്ന മൃഗങ്ങളായതുകൊണ്ട് നമ്മൾ കഴിക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, ദ ഫാദർ ഷേരു ഈസ് മിസ്സിംഗ് നൗ. ഷേരു എന്ന് പറയുന്നത് ഫാദർ കടുവയാ. ഫാദർ കടുവ ഈസ് മിസ്സിംഗ് നൗ. ഷേരു ഹാസ് ബീൻ ഷോട്ട് ആൻഡ് സ്കിൻഡ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അതിനെ കൊന്ന് അതിന്റെ തോലെടുത്തു, സ്കിൻഡ്. പോച്ചേഴ്സ് ഗ്രൗണ്ട് ഹിസ് ബോൺസ് ടു പൗഡർ. പോച്ചേഴ്സ്, നമ്മുടെ ഈ ഹണ്ടേഴ്സ്, അതിന്റെ ബോൺസ്, എല്ലുകൾ എടുത്ത് പൊടിയാക്കും, എല്ലുപൊടി. ഫോർ സം ചൈനീസ് മെഡിസിൻ. ചൈനയിലെ ചിലതരം മെഡിസിന് വേണ്ടിയിട്ടാണ് അതിന്റെ എല്ല് പൊടിക്കുന്നത്. ഓക്കെ, എത്ര ക്രൂരതയാ ചെയ്യുന്നതെന്ന് നോക്കിയേ, ആലോചിച്ച് നോക്കിയേ. പോച്ചേഴ്സ് ഗ്രൗണ്ട് ഹിസ് ബോൺസ് ടു പൗഡർ ഫോർ സം ചൈനീസ് മെഡിസിൻ. ചൈനീസ് മെഡിസിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ ചൈനീസ് മെഡിസിൻ ഫോർ എക്സാമ്പിൾ ആണ്. അപ്പോൾ ചൈനയിലേക്ക് മെഡിസിന് വേണ്ടിയിട്ട്, മെഡിസിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ എല്ലൊക്കെ ഇങ്ങനെ അതിനെ കൊന്ന് പൊടിച്ചെടുക്കുന്നു. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇതുങ്ങൾ മുഴുവൻ ചത്തുപോയാൽ, എല്ലാത്തിനെയും കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഈ മെഡിസിൻ ഇവർ എവിടുന്ന് ഉണ്ടാക്കും? അന്നേരം വേറെന്തെങ്കിലും വഴി കണ്ടു, അടുത്തതിനെ പിടിക്കും. ഏതിനായിരിക്കും? പിന്നെ എലിഫന്റിനെ ആയിരിക്കും. അങ്ങനെ ഓരോന്നിനെയായിട്ട് കൊന്നുകൊണ്ടേ ഇരിക്കുക. ബോൺസ് വുഡ് ബ്രിങ് ദം പവർ ദേ തോട്ട്. എല്ലിന് ശക്തി വരാൻ വേണ്ടിയിട്ട്, പവർ, അതായത് എല്ലുപൊടി കഴിച്ചാൽ എല്ലിന് നല്ല ആരോഗ്യ ശക്തി വരുമെന്നാ പറയുന്നത് അവർ വിശ്വസിക്കുന്നത്. പുട്ട് ലൈഫ് ഇൻ ടു സം സിക്ലി മാൻ
ചില അസുഖക്കാർക്ക് നല്ല ജീവൻ കൊണ്ടുവരും. Their souls were sick. അവരുടെ ആത്മാക്കൾക്ക് തന്നെ, അത് ആത്മാവിന് തന്നെ സിക്കാണ്. സിക്ക് എന്ന് പറഞ്ഞാൽ അസുഖമാണ്. Sick. Killing tigers is something we won't understand. Killing tigers is something that we don't understand. We cannot understand all these things. It is very tough situation. We cannot kill any of these such animals. Into the next page we are proceeding. His skin is hanging on a wall. കണ്ടോ, അവന്റെ തോൽ എടുത്തിട്ട് അത് ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുക. His bones are packed in plastic white. പ്ലാസ്റ്റിക് പാക്കറ്റുകളിൽ അതിൻ്റെ ബോൺസ് പൊടിയാക്കി പൗഡർ ചെയ്ത് അല്ലെങ്കിൽ പാക്ക് ചെയ്യും. ആൻഡ് ഷിപ്ഡ് ഔട്ട് ഷിപ്പിൽ കയറ്റി വിടും. A gecko on the wall is hunting insects on his hide. ഒരു ചെറിയ ജീവിയാണ് ജക്കോ. അത് എന്ത് ചെയ്യുന്നു? നമുക്കറിയാം, പല്ലീനെ കണ്ടിട്ടില്ലേ? എല്ലാ വീടുകളിലും ഉണ്ടാവും. നമ്മൾ എത്ര ഓടിച്ചാലും പോകില്ല. എവിടെയെങ്കിലും ഒളിച്ചിരിക്കും, രാത്രി ഇറങ്ങി വരും. എന്തിനാ? അതെ കറക്റ്റ്. അല്ലാതെ നമുക്ക് ഗുഡ് നൈറ്റ് പറയാൻ വേണ്ടിട്ട് വരുന്നതല്ല. പിന്നെ എന്തിനു വരുന്ന? രാത്രി കുറെ പ്രാണികൾ വരും ലൈറ്റിന്റെ അടുത്ത്. അപ്പൊ ലൈറ്റിന് ചുറ്റും പല്ലികൾ ഉണ്ടാവും, അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇവിടെ ജക്കോ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഹൈഡ് ചെയ്തിരിക്കുന്ന ഇൻസെക്റ്റുകളെല്ലാം പിടിച്ചു തിന്നുന്നു. ഇപ്പൊ നമ്മൾ ടൈഗറിന്റെ കേസാണ് സംസാരിച്ചത് അല്ലേ ഇതുവരെ. അങ്ങനെയാണെങ്കിൽ ആനേനെ കൊല്ലുന്നുണ്ടോ ആൾക്കാര്? എലിഫന്റിനെ? ഡു വി കിൽ എലിഫന്റ്സ്? യെസ്, ഉണ്ട്. അവിടെയും ഉണ്ട്. എന്താ കാരണം? എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അല്ല, കൃഷിയൊക്കെ നശിപ്പിക്കുന്നതുകൊണ്ട് കൊല്ലുന്നുണ്ട്. മിക്കവാറും കൊല്ലുന്നത് ഈ കൊള്ളക്കാരൊക്കെ കൊല്ലുന്നത് അതിനു വേണ്ടിയല്ല. നമ്മൾ കൃഷി സ്ഥലത്തേക്ക് വരുമ്പോൾ മിക്കവാറും അതിനെ പേടിപ്പിച്ച് ഓടിക്കുകയോ ചെയ്യാറ്. പക്ഷേ ചിലർ കൊല്ലാറും ഉണ്ട്. ബോംബ് ഈ കഴിഞ്ഞ ദിവസമല്ല കുറച്ചു നാൾ മുമ്പൊക്കെ ഭയങ്കര വാർത്ത ഉണ്ടായിരുന്നല്ലോ, ബോംബ് വെച്ച ഒരു ഗർഭിണിയായ ആനേനെ കൊന്നു എന്നൊക്കെ പറഞ്ഞ്. അപ്പം അങ്ങനെ അതിന്റെ വായെല്ലാം പൊട്ടിത്തെറിച്ച് അങ്ങനെ ഭയങ്കര ക്രൂരതയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ആനയെ കൊല്ലുന്നത് എന്തിനു വേണ്ടിയിട്ടാ? സ്കിന്നിന് വേണ്ടിയല്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാ? ആണാനയെ കൊല്ലുന്നത്, കൊമ്പനാനയെ കൊല്ലുന്നത് അതിന്റെ കൊമ്പിന് വേണ്ടിയിട്ടാ. കൊമ്പ് അതിന് ഭയങ്കര, കൊമ്പ് പിഴുതെടുക്കും. എന്നിട്ട് അതിന് ഭയങ്കര വിലയാ. ഐവറി എന്ന് പറയും. ഐവറി കേട്ടിട്ടുണ്ടോ? ഐവറി. അതുകൊണ്ട് പല പല ഡെക്കറേറ്റീവ് ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ അതും അങ്ങനെ പല മൃഗങ്ങളെയും നമ്മൾ കൊല്ലുന്നത് ഓരോരോ ഈ മൊയിലുകളെയൊക്കെ കൊല്ലുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതിനെ ഷാമ്പു ആക്കാൻ വേണ്ടിയിട്ടാ. നിങ്ങളൊക്കെ ഷാമ്പു തേക്കാറില്ലേ? ഷാമ്പു ഞാനും തേക്കാറുണ്ട് ഇടയ്ക്ക്. അപ്പം ഈ ഷാമ്പു ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുയലിന്റെ കണ്ണുകളൊക്കെ എടുക്കുന്നുണ്ടെന്നാ പറയുന്നത്. അപ്പൊ എത്ര ക്രൂരതയായിരുന്നു ചെയ്യുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതൊന്നും മേടിക്കുകയല്ല. ഇനി അത്രയ്ക്ക് എന്താ പറയുക, ക്രൂരത ചെയ്താണ് ഓരോന്നിനെയൊക്കെ കൊല്ലുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ലാസ്റ്റ് ടു സെക്കൻഡ് ലാസ്റ്റ് പാരഗ്രാഫ് അല്ല, സ്റ്റാൻസ. നമ്മുടെ ടൈം ഈസ് ഓൾമോസ്റ്റ് ഗെറ്റിംഗ് 5 minutes നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. വൺസ് ജംഗിൾസ് ട്രംബിൾഡ് അറ്റ് ഹിസ് റോർ. ഒരിക്കൽ കാട് വിറച്ചു അവന്റെ അലർച്ചയിൽ, ഗർജനത്തിൽ. ടൈഗർ ഗർജിക്കുമ്പോൾ കാട് വിറയ്ക്കുമായിരുന്നു. ഒരിക്കൽ വിറച്ചിരുന്നു. ട്രീ ടോപ്സ് ഫ്ലൂ അപ്പ്, ബേർഡ്സ് ഡിസപ്പിയർഡ്. പക്ഷികൾ പേടിച്ചു പോകും, പറന്നു പോകും, അപ്രത്യക്ഷമാകും. ട്രീ ടോപ്സ് എല്ലാം ഇങ്ങനെ വിറയ്ക്കും. അത്രയ്ക്ക് ഗംഭീരമായിരുന്നു അവന്റെ ശബ്ദം. മങ്കി സ്ക്രീംഡ്. മങ്കികളെല്ലാം ഇങ്ങനെ കരയും, ഭയങ്കരമായിട്ട് ഒച്ചയിടും. Now Jacob's nibble on his ear. Lord God had stamped upon his skin in equal strips both night and dawn. നമ്മള് സെൻസസ് എടുക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ആൾക്കാരുടെ ജനസംഖ്യ എടുക്കാൻ വരും. അതുപോലെ തന്നെ കാട്ടിലെ മൃഗങ്ങളുടെയും ജനസംഖ്യ എടുക്കുന്നുണ്ട്, കണക്കെടുക്കുന്നുണ്ട്. ജനസംഖ്യയല്ല, കണക്കെടുക്കുന്നുണ്ട്. എങ്ങനെയാണെന്നറിയാവോ?
അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കണക്കെടുക്കുന്നത് ടൈഗറിന്റെയാ. അതെങ്ങനെയായിരിക്കും? ഓരോന്നിനെ പോയി ഹലോ, നമ്മൾ ഓരോന്നിനെ ഗുഹയിൽ താമസ സ്ഥലത്ത് പോയിട്ട് ഞാൻ കണക്കെടുക്കാൻ വന്നതാണേ, നിന്റെ പേരെന്താ? ടൈഗർ എന്നൊക്കെ ചോദിക്കുക. അങ്ങനെയാണോ പോകുന്നതേ ഓർമ്മ കാണുള്ളൂ. പിന്നെ ബോൺസ് എല്ല് മാത്രമേ മിച്ചം കാണുള്ളൂ. പിന്നെന്തിനാ എങ്ങനെയാ എടുക്കുന്നത്? കാട്ടില് പല സ്ഥലങ്ങളിലും ഇതുങ്ങൾ വെള്ളം കുടിക്കാൻ വരുന്ന അരുവികളുടെയൊക്കെ സ്ഥലത്ത് അല്ലെങ്കിൽ അവിടെ നിന്ന് ക്യാമറ പിടിപ്പിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഫ്ലാഷ് എടുത്ത് അതിന്റെ ഫോട്ടോകൾ പതിയും. ഓക്കെ, ഇനി എങ്ങനെയാ ഈ നമ്മൾ നോക്കുമ്പോൾ എല്ലാ ടൈഗറും കണ്ട ഒരേപോലെയുണ്ട്. പിന്നെ ഇതുങ്ങളെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഇതിന്റെ വരയില്ലേ, മറ്റേ കറുപ്പ് വര, ആ ബ്ലാക്ക് ലൈൻസ് ഡിഫറെന്റാ, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെന്നാ പറയുന്നത്. അങ്ങനെയാ അതിനെ എണ്ണം എടുക്കുന്നത്. ഓക്കെ, നമ്മുടെ ഫിംഗർ പ്രിന്റ്സ് എടുക്കുന്നുണ്ട്. ഫിംഗർ പ്രിന്റ്സ് എല്ലാവരുടെയും ഒരേപോലെയാണോ? കോടാനുകോടി ജനങ്ങളുണ്ട്, അവരുടെ എല്ലാം ഫിംഗർ പ്രിന്റ്സ് വേറെയാണ് എന്ന് പറഞ്ഞതുപോലെയാണ് ടൈഗറിന്റെ വരയും. ഓക്കെ ഓക്കെ Lord God had stamped upon his skin in equal strips both night and dawn. His black and gold won't skimmer now. Kando, black and gold color very attractive. Boar hunter, forest king, he is gone. Boar hunter, കാട്ടുപന്നികളെ പിടിച്ചു തിന്ന. ബോർ എന്ന് പറഞ്ഞാൽ കാട്ടുപന്നി. കാട്ടുപന്നികളെയൊക്കെ പിടിച്ചു തിന്നുന്ന ടൈഗർ കിങ്, ഫോറസ്റ്റ് കിങ്. സിംഹത്തിനെയാണ് നമ്മൾ കിങ് എന്ന് പറയുന്നതെങ്കിലും നമ്മുടെ ഫോറസ്റ്റിലേക്ക് കിങ് ആരാണ്? ടൈഗർ ആണ്. ഈസ് ഗോൺ, ഇപ്പോൾ ഇല്ല. ഓക്കെ, സോ ലുക്ക് ഹിയർ എവരിവൺ. നമുക്ക് ഇന്നല്ല, ഈ പീരീഡ് ഇപ്പോൾ അത്രയും മതി. ഇറ്റ് ഇസ് ടൈം ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ്. വാട്ട് യു ഹാവ് ടു ഡു ഈസ് റീഡ് ദിസ് പോയം 2 times ബിഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. അടുത്ത ക്ലാസ്സിന് മുമ്പ് 2 പ്രാവശ്യം ഈ പോയം വായിച്ചു നോക്കണം. If any doubt is there in the next period, you can ask. Okay, then bye. See you.